യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്ഷേമ ഇസ്രായേലിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും ജീവിതത്തിൽ സ്വായത്തമാക്കിയാൽ, ജീവിതത്തിലെ ഒരു ലഹരിയാക്കി മാറ്റിയാൽ, മറ്റ് ലൗകികമായ ലഹരി അടിമത്തത്തിൽ നിന്ന് മോചിതരാകുവാൻ നമുക്ക് സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് കാരിസ്മാവിലെ ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം ശ്രവിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് മറിയാമ്മ. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരികയാണ്. എൻ്റെ മകനെ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനത്തിൽ സംബന്ധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ 96% മാർക്ക് നൽകി കർത്താവ് അനുഗ്രഹിച്ചു. അതോടൊപ്പം എൻ്റെ രണ്ടാമത്തെ മകൻ വിജേഷ് മൈസൂറിൽ ഇൻഫോസിസ് കമ്പനിയിൽ 3.5 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. ട്രാൻസ്ഫറിന് വേണ്ടി എത്ര തവണ അപ്ലൈ ചെയ്തിട്ടും ട്രാൻസ്ഫർ തടസ്സമായിരുന്നു. ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് തിരുവനന്തപുരത്തേക്ക് ഒരു കമ്പനിയിൽ UST കമ്പനിയിൽ ജോലി ലഭിക്കുകയും കിട്ടിക്കൊണ്ടതിനേക്കാൾ ഉയർന്ന ശമ്പളം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ക്ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരാഹ്വാനം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ലഹരി പിടിച്ചവരായിരിക്കുവിൻ. അതേക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പാപലഹരിയെക്കുറിച്ചും ആത്മലഹരിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ സാത്താൻ തന്ത്രപൂർവ്വം പ്രവർത്തിക്കും. നമ്മൾ കേട്ട വചനങ്ങൾ നമ്മളിൽ നിന്നും കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ അവൻ പരിശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. കേൾക്കുന്ന വചനം മനസ്സിലാക്കുവാനും അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവാനുമുള്ള അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഞങ്ങൾ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും വചനത്തിലൂടെ അഭിഷേകം ഏറ്റെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം കേട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടും ഒരു ഗാനമായിട്ടും പറയാൻ സാധിക്കും. യേശുവിൻ ശരീരമേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെ നമ്മൾ ലഹരി പിടിച്ചവരായിരിക്കണമെന്ന്. അന്നൊന്നും എനിക്കിതേക്കുറിച്ച് ആഴമായ ഗ്രാഹ്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് വചനത്തിലൂടെ കടന്നു പോവുകയും വചനം ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, 2 വചനഭാഗങ്ങൾ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് എടുക്കാം.
ഒന്ന് പഴയ നിയമത്തിൽ നിന്ന്. യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. അത് പറയുന്നത് ഇപ്രകാരമാണ്: വിസ്മയസ്തബ്ധരാകുവിൻ, നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ, ഉന്മത്തരാകുവിൻ, എന്നാൽ വീഞ്ഞുകൊണ്ടാകരുത്, ആടി നടക്കുവിൻ, എന്നാൽ മദ്യപിച്ചിട്ടാകരുത്. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഉന്മത്തരാകണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലഹരി പിടിച്ചവർ, പൂസായ വ്യക്തികളായിട്ട് നമ്മൾ മാറണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഉന്മത്തത, ശരിയായ ഉന്മത്തത നമുക്ക് കൈവന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് സാധ്യമാകും. സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ പതറാതെ തളരാതെ മുമ്പോട്ട് പോകാൻ ഈ ലഹരി, ആത്മീയ ലഹരി നമ്മളെ സഹായിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. മറ്റൊരു വചനഭാഗം, പുതിയ നിയമത്തിൽ നിന്നുള്ള വചനഭാഗം, എഫേസസ് 5-ാം അധ്യായത്തിൻ്റെ 17-18 വചനങ്ങളാണ്. പൗലോസ്ലീഹായിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വീഞ്ഞു കുടിച്ചുന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഉന്മത്തരാകണം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ, ഈ ലഹരി ലഭിക്കാതെ നിങ്ങളാരും ജെറൂസലേം വിട്ടു പോകരുതെന്ന്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ കേട്ട് മനസ്സിലാക്കിയ, വായിച്ചപ്പോൾ എനിക്ക് പിടികിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ കുർബാനയിൽ നിന്ന് അടുത്ത വിശുദ്ധ കുർബാനയിലേക്കുള്ള യാത്ര. അതായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യായിക്ക് ജീവിതം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിതം ഏതാണ്ട് ഇതുപോലെയാകണം. എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഉത്ഥാന ലഹരിയിൽ നിന്ന് പന്തക്കുസ്ത ലഹരിയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ഉത്ഥാന ലഹരി, നമുക്കറിയാം, കർത്താവിൻ്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ഉത്ഥാന ലഹരി അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക. അത് ഏറ്റെടുത്ത് നമ്മൾ പന്തക്കുസ്ത ലഹരിയിലേക്ക്, ആദ്യത്തെ പന്തക്കുസ്തായിൽ ആദിമ ക്രൈസ്തവ സമൂഹം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായതുപോലെ ആ ഒരു ലഹരി ഏറ്റെടുക്കാനുള്ള നമ്മുടെ യാത്ര, അതായിരിക്കണം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു 5 ലഹരികളെക്കുറിച്ച്, പഞ്ചലഹരി 5 ലഹരികളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ പാപലഹരിയിൽപ്പെട്ടവയാണ്. നമുക്കറിയാം, കർത്താവ് അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. 4-ാമത്തേതും 5-ാമത്തേതും ആത്മലഹരിയാണ്. നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം നമുക്കെടുക്കാം, മദ്യലഹരി. ബൈബിളിലൂടെ കടന്നു പോയാൽ ഇഷ്ടംപോലെ വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു, മദ്യപാനിക്ക്, മദ്യപന് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. പ്രഭാഷകൻ 19:1 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മദ്യപൻ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടില്ല. മദ്യപാനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല അഭിവൃദ്ധിയെന്ന്. വീണ്ടും നിങ്ങൾ സുഭാഷിതങ്ങൾ 23-ാം അധ്യായത്തിലൂടെ കടന്നു പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 31 മുതലുള്ള തിരുവചന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, മദ്യപാനി ഒരു കോമാളിയായി തീരാൻ ഒത്തിരിയേറെ സാധ്യതകളുണ്ടെന്ന്.
നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് 35-ാമത്തെ വചനമെടുത്താൽ, അവരെന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവരെന്നെ പ്രഹരിച്ചു, അതെനിക്ക് ഏറ്റില്ല. അങ്ങനെയെല്ലാം ഒരു മദ്യപാനി മദ്യത്തിൻ്റെ ലഹരിയിൽ വിളിച്ചു പറയുന്നത് കാണാൻ സാധിക്കും. അതിനു മുമ്പ് നമ്മൾ കാണുന്നുണ്ട് അവൻ വിചിത്ര കാഴ്ചകൾ കാണുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദ്യപാനി കോമാളിയായി തീരാനുള്ള സാധ്യതകൾ വളരെയേറെയാണെന്ന്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും മദ്യപാനി മദ്യപാനത്തിലൂടെ മദ്യലഹരിയിലൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാവുന്ന മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ചിലർ പലതരം മദ്യം കലർത്തി കുടിച്ച് അതിൻ്റെ ഉന്മത്തതയിൽ കഴിയുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് യെശയ്യാ 5-ാം അധ്യായം 11 മുതൽ വായിച്ചാൽ കാണാൻ സാധിക്കും. മാത്രമല്ല സുഭാഷിതങ്ങൾ 23-ാം അധ്യായത്തിലും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള വീഞ്ഞ് കലർത്തി കുടിക്കുന്നത്. 30-ാമത്തെ വചനം, സുഭാഷിതങ്ങൾ 23-ന്റെ 30-ാമത്തെ വചനം നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഈ രീതിയിലുള്ള സാമർഥ്യങ്ങൾ നല്ല സാമർഥ്യമല്ല, പാപകരമായിട്ടുള്ള സാമർഥ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 13-14 വചനങ്ങൾ വായിച്ചാൽ അവിടെ കാണാൻ സാധിക്കും. തീറ്റ കുടി ശരണമാക്കി വെച്ച വ്യക്തികളെക്കുറിച്ച്. അവർക്കാകപ്പാടെ താല്പര്യമുള്ള കേസ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, മദ്യപിക്കുക. അത് ശരണമാക്കിയ വ്യക്തികളെക്കുറിച്ച് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് അരുൾ ചെയ്യുന്നു, ഒരു നാളും ഈ പാപം ഞാൻ മറക്കില്ല എന്ന്. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് മദ്യലഹരിയിൽ മുഴുകി നമ്മൾ ജീവിക്കുന്നത്. അത് അരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമത്തെ ലഹരിയാണ് ധനമോഹ ലഹരി. നമുക്ക് കാണാൻ സാധിക്കും 1 കൊറിന്തോസ് 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം വായിച്ചു കഴിഞ്ഞാൽ 1 കൊറിന്തോസ് 6:10 പറഞ്ഞിട്ടുണ്ട്, മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തില്ല. അതുപോലെ തന്നെ 1 തീമോത്തി 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ധനമോഹ ലഹരിയെക്കുറിച്ചാണ്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അപ്പം അതുകൊണ്ട് തിന്മ നമ്മളെ വിട്ടു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ലഹരിയിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് കാണാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, ധനമോഹ ലഹരിയുള്ളൊരു വ്യക്തിയായിരുന്നു യേശുവെങ്കിൽ ആ നിമിഷം തന്നെ അവൻ ആ പ്രലോഭനത്തിൽ അകപ്പെട്ടേനെ. ചുറ്റുപാടുമുണ്ടായിരുന്നതെല്ലാം കാണിച്ച്, ഇതെല്ലാം നിൻ്റേതാകും, നീ എന്നെ ഒന്ന് താണു വീണ് ആരാധിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടും അതിന് വശമ്മതനാകാതിരുന്ന യേശുക്രിസ്തുവിനെയാണ് നമ്മളവിടെ കാണുക. പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ വചനം നിങ്ങൾ സുഭാഷിതങ്ങൾ 23-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം വായിച്ചാൽ കർത്താവ് നമുക്കൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. അമിത സമ്പത്തിന് വേണ്ടി അമിതാധ്വാനം ചെയ്യാനുള്ള ഒരു പ്രലോഭനം ഉണ്ടായേക്കാം. ആ പ്രലോഭനത്തെ തിരിച്ചറിയാനും ആ പ്രലോഭനത്തെ ചെറുത്തു തോൽപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കണമെന്ന് കർത്താവ് വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം, അത് നിങ്ങൾ സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അമിതാധ്വാനം അമിത സമ്പത്തിലേക്ക് നമ്മളെ നയിച്ചാലും അമിത സമ്പത്ത് സമ്പന്നൻ്റെ ഉറക്കം കെടുത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അമിത സമ്പത്ത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ധനമോഹ ലഹരിയിൽ അകപ്പെടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3-ാമത്തെ പാപകരമായ ലഹരിയാണ് ജഡമോഹ ലഹരി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം
5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം വായിച്ചാൽ പൗലോസ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ജഡമോഹത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഒരിക്കൽ പോലും ജഡമോഹത്തിൻ്റെ ആ ഒരു കാര്യത്തിന് വഴങ്ങാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ജഡമോഹം ആത്മാവിന് എതിരാണ്. പ്രിയപ്പെട്ടവരെ, 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിച്ചാൽ ജഡമോഹ ലഹരി നമ്മളെ പിടികൂടിയാൽ നമ്മൾ മൃഗതുല്യം ജീവിച്ചെന്ന് വരും. മൃഗങ്ങളെക്കാൾ തരം താഴ്ന്ന ചിന്തകളും പ്രവൃത്തികളും പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ളവർ സഹജവാസനയാൽ നയിക്കപ്പെടുന്നവരായി മാറും. അവരുടെ അന്ത്യം മൃഗങ്ങളുടെ അന്ത്യം പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലഹരിയിൽ പെടാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ പാപലഹരികളാണ്. അരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ കാണാൻ പോകുന്ന 2 ലഹരി, അത് നല്ല ലഹരിയാണ്, നമുക്കുണ്ടായിരിക്കേണ്ട ലഹരിയാണ്. 4-ാമത്തെ കാര്യം ഇതാണ്. നല്ല ലഹരിയിൽ 1-ാമത്തെ കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വചനലഹരി. നിങ്ങൾ ജെറമിയായുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം, എസെക്കിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ 2 വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ജെറമിയായും എസെക്കിയേലും വചനലഹരിയിൽ മുഴുകിയ വ്യക്തികൾ. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഈ വചനലഹരി മൂലം എനിക്ക് കർത്താവിനെ വിട്ടുപോകാൻ പറ്റുന്നില്ല. കർത്താവേ, അങ്ങയുടെ വചനം തേൻ കട്ട പോലെ മധുരിക്കുന്നു. അതാണ് എസെക്കിയേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മോശയെ ദൈവം വചനത്താൽ അഭിഷേകം ചെയ്തു. ജെറമിയായ ദൈവം വചനത്താൽ അഭിഷേകം ചെയ്തു. അതുപോലെ മറ്റു പല വ്യക്തികൾ, ദാനിയേൽ വചനത്തിൻ്റെ അഭിഷേകം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ. ഈ അഭിഷേകം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കേണ്ട ഒരഭിഷേകമാണ്. ഈ അഭിഷേകം വന്നാൽ ദൈവത്തെ വിട്ടുപോകാൻ നമുക്ക് പറ്റില്ല. 5-ാമത്തെ അഭിഷേകമാണ് ആത്മാഭിഷേകം. ആത്മാഭിഷേകം, പരിശുദ്ധാത്മാവിനാൽ ലഹരി പിടിക്കുക. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് 13-ാമത്തെ വചനത്തിൽ. അവരെല്ലാവരും ലഹരി പിടിച്ചവരായിരുന്നു. വീഞ്ഞു കുടിച്ചിട്ടല്ല, പരിശുദ്ധാത്മാവിനാൽ ലഹരി പിടിച്ചവരാണെന്ന് പത്രോസ്ലീഹ അവിടെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലഹരി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പൗലോസിനെ പോലെ പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ പതറാതെ നമ്മുടെ ദൗത്യം നിറവേറ്റി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വചനങ്ങൾ, അതുപോലെ തന്നെ 20-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വചനങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ഈ ലഹരി നമുക്ക് ലഭിച്ചാൽ പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് തളരാതെ നമ്മുടെ ദൗത്യം നിറവേറ്റി മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ ലഹരിക്കായി നമ്മളിനി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പാപകരമായ ലഹരികളെല്ലാം ഉപേക്ഷിച്ച് നമുക്കാവശ്യമായ പ്രയോജനപ്രദമായ നല്ല ലഹരി പിടിച്ചവരായി മാറുവാനുള്ള കൃപയ്ക്കായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ദൈവത്തെ ആരാധിക്കുന്ന സമയം, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന സമയം, അതിവിശിഷ്ടമായ ഈ സമയം നമുക്ക് ഹൃദയം തുറക്കാം, മനസ്സ് തുറക്കാം, ജീവിതം സമർപ്പിക്കാം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. തിരുവചനത്തിലൂടെ വളരെയേറെ കാര്യങ്ങൾ നമ്മളിന്ന് ചിന്തിച്ചു. നമ്മൾ ലഹരിയുള്ളവരായി മാറണം. ലഹരി പിടിച്ചവരായി, അതായത് പരിശുദ്ധാത്മാവിനാൽ ആത്മലഹരി പിടിച്ചവരായിട്ട് നമ്മൾ മാറണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവരഭിഷേകം, ആ ലഹരി, പ്രാർത്ഥനയുടെ ലഹരി, ആത്മാവിൻ്റെ ലഹരി, സ്നേഹത്തിൻ്റെ ലഹരി, അത് നമ്മളിൽ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അമ്മ ത്രേസ്യ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞത്, പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സുഹൃത്ത് ബന്ധമാണ്. ദൈവവുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം. ആ ബന്ധത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊത്തിരി സമയം വേണ്ട. ഞാൻ കേട്ടിട്ടുണ്ട് ചില വ്യക്തികൾ പറയണത്, 2 മിനിറ്റ് അവരുടെ കൂടെ ചിലവഴിച്ചു, അവരെ ശ്രമിച്ചു, അവരോട് സംസാരിച്ചു, മനസ്സിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു. വേണമെങ്കിൽ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചിരുന്നവർ അത് മാറ്റിയിട്ട് എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന ആ ഒരു ചിന്ത. ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അത്രമാത്രം മാറ്റം വരാമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും ഇറക്കി വയ്ക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവം ഉണ്ടാവും. നമുക്ക് ആ ബോധ്യത്തോടെ നമ്മുടെ കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് ഉയർത്താം. കർത്താവേ, ഈ സമയം, ഈ ഏതാനും നിമിഷങ്ങൾ ഒരു സ്നേഹബന്ധത്തിൽ, സുഹൃത്ത് ബന്ധത്തിൽ അങ്ങയോടൊപ്പം ചിലവഴിക്കുവാൻ, അതിലൂടെ എൻ്റെ ജീവിത പ്രശ്നങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പരിഹാരം കണ്ടെത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് അല്പസമയം ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. ഞങ്ങൾ രോഗികളാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദുർബലരാണ്. കർത്താവേ, ഞങ്ങൾ അശക്തരാണ്. അവിടുത്തെ ശക്തി, അവിടുത്തെ സൗഖ്യം ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, കൈകൾ കൂപ്പി വിശുദ്ധ കുർബാനയിലേക്ക് ആദരവോടെ നമുക്കൊന്ന് നോക്കാം. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ അഭിഷേകം ചെയ്യാൻ ശക്തനായ അഭിഷിക്തൻ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം അവിടെ പറയുന്നത്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ കാരുണ്യവുമാണ് പരമപ്രധാനം. അതൊരു അഭിഷേകം കിട്ടാനാണെങ്കിലും, രോഗശാന്തി കിട്ടാനാണെങ്കിലും, ഒരു ജീവിത പ്രശ്നം മാറാനാണെങ്കിലും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. ദൈവം പ്രവർത്തിച്ചാൽ നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കാം. നമ്മളൊന്നുമില്ലാത്തവരാണെങ്കിലും എല്ലാം ഉള്ളവരാക്കി നമ്മളെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ അങ്ങേയറ്റം രോഗാവസ്ഥയിലാണെങ്കിലും നമ്മെ സുഖപ്പെടുത്തി ആരോഗ്യമുള്ളവരാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുക്കുന്നൊരു കാര്യമല്ല പ്രാർത്ഥനയുടെ ഫലം. മറിച്ച് ദൈവം നമ്മളിൽ ചെയ്യുന്നത്, ദൈവം നമുക്കായി ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾക്കായി ഈ സമയം അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളിലേക്ക് അങ്ങിപ്പോൾ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കാണുകയുണ്ടായി, എഫേസ്യർ 5:18, നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകണം. യെശയ്യായുടെ പുസ്തകം 29:9-ാമത്തെ വചനം, നിങ്ങൾ ഉന്മത്തരാകണം, എന്നാൽ അത് വീഞ്ഞുകൊണ്ടാകരുത്. പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു ഉന്മത്തത അതാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിലേക്ക് നമ്മുടെ എല്ലാ ആശകളും പ്രതീക്ഷകളും ഉയർത്തി സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്യുവാനും പൗരോഹിത്യത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ധ്യാനിച്ചവർ,
കർത്താവേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നവർ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവർ, ഇവരുടെ എല്ലാ അവസ്ഥകളിലേക്കും ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങിറങ്ങി വരണമേ. കർത്താവേ, ഇവർക്ക് ആവശ്യമായ സൗഖ്യം നൽകി, അഭിഷേകം നൽകി, ദൈവിക ശക്തി നൽകി അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ നൊമ്പരങ്ങളും അവിടുന്ന് കാണണമേ. ആശ്വാസം പകർന്ന്, സൗഖ്യം പകർന്ന്, അഭിഷേകം പകർന്ന് ഈ മക്കളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ കുടുംബത്തിന് സൗഖ്യവും വിടുതലും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മുഴുവൻ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം ഇപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യ